ലോകശക്തികൾക്ക് യുദ്ധം ഒരു തന്ത്രമാണ്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് അത് ശവസംസ്കാരവും. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ വലിയ വേദികളിൽ ദേശീയ സുരക്ഷ, സ്വയം രക്ഷ, ജനാധിപത്യ സംരക്ഷണം, തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്നൊക്കെയുള്ള വാക്കുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഉച്ചരിക്കപ്പെടുന്നത്. പക്ഷേ ആ വാക്കുകളുടെ പരിഭാഷ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ അർത്ഥം തകർന്ന സ്കൂളുകൾ, പൊടിഞ്ഞ ആശുപത്രികൾ, അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കുന്ന കുട്ടികളുടെ മൃതദേഹങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകളിൽ ജന്മം കൊണ്ട തലമുറകൾ ഒക്കെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഇനി ഒരിക്കലും എന്ന് സത്യം ചെയ്തു. ഫാസിസത്തിന്റെയും ജനവിഴുങ്ങലിന്റെയും ദുരന്തങ്ങൾ മനുഷ്യകുലം മറക്കില്ലെന്ന് കരുതി. എന്നാൽ യുദ്ധത്തിന്റെ രൂപം മാത്രമാണ് മാറിയത്, അതിന്റെ സ്വഭാവം മാറിയില്ല. 1953 ഇറാനിലെ കൂപ്പ്, 1954 ഗ്വാട്ടിമാല, 1973 ചിലി ഇവയെല്ലാം ശീതയുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും അതിന്റെ ദൈർഘ്യമേറിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇന്നും അവിടുത്തെ ജനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തെ രക്ഷിക്കണമെന്ന പേരിൽ ജനാധിപത്യ സർക്കാർ താഴെയിറക്കപ്പെട്ടു. സ്ഥിരത എന്ന പേരിൽ ഭീതിയുടെ ഭരണങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ശക്തി രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ ഭാഷയിൽ ഇത് തന്ത്രപരമായ വിജയമായിരുന്നു. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അത് കാണാതായ മക്കളുടെയും പീഡനങ്ങളുടെയും കഥകളായിരുന്നു. ഇറാഖ് യുദ്ധം അതിന്റെ ഏറ്റവും തുറന്ന ഉദാഹരണമാണ്. ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും നാശായുധങ്ങൾ എന്ന അവകാശവാദത്തിന്റെ പേരിൽ ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടു. പിന്നീട് ആ ആയുധങ്ങൾ കണ്ടെത്താനായില്ല. പക്ഷേ അതുവരെ ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടന തകർന്നു, മതവിഭജനം രൂക്ഷമായി, ഭീകര സംഘടനകൾ വളർന്നു. അഫ്ഗാനിസ്ഥാൻ 20 വർഷത്തെ യുദ്ധത്തിന് ശേഷം വീണ്ടും താലിബാന്റെ കൈകളിലേക്ക് തിരിച്ചുപോയി. അതിനിടെ വളർന്ന ഒരു തലമുറ യുദ്ധമൊഴികെ മറ്റൊന്നും കണ്ടില്ല. ഡ്രോൺ ആക്രമണങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, സുരക്ഷ എന്ന പേരിൽ നടപ്പിലാക്കിയ നയങ്ങൾ ചിലപ്പോൾ സുരക്ഷയേക്കാൾ കൂടുതൽ അസ്ഥിരത സൃഷ്ടിച്ചു. ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം ലോകത്തിന്റെ ഏറ്റവും ദീർഘകാല മുറിവുകളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലവും 1947 വിഭജന പദ്ധതിയും 1948 യുദ്ധവും ചേർന്നാണ് ഈ സംഘർഷം രൂപപ്പെട്ടത്. പതിറ്റാണ്ടുകളായി തുടരുന്ന അധിനിവേശം, കുടിയേറ്റവാസങ്ങൾ, ഉപരോധങ്ങൾ, ആക്രമണങ്ങൾ ഇവയെല്ലാം ഒരു ജനതയുടെ ജീവിതത്തെ സ്ഥിരമായ അനിശ്ചിതത്വത്തിലാക്കി. അതേസമയം ഇസ്രായേൽ സമൂഹവും ഭീഷണികളുടെ നിഴലിലാണ് ജീവിക്കുന്നത്. റോക്കറ്റ് ആക്രമണങ്ങളും സുരക്ഷാ ഭീതികളും അവിടുത്തെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നു. എന്നാൽ ശക്തിയുടെ അസമത്വം വലിയതാണ്. ആ അസമത്വം തന്നെ ഈ സംഘർഷത്തിന്റെ നൈതിക ചർച്ചകളെ സങ്കീർണമാക്കുന്നു. അമേരിക്കയെ ലോക പോലീസ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ പോലീസ് എന്നർത്ഥം നിയമം നടപ്പാക്കുന്നവനോ നിയമം എഴുതുന്നവനോ. ഇറാഖ് യുദ്ധം ലോകത്തിന്റെ വലിയൊരു വിഭാഗം എതിർത്തിട്ടും നടന്നു, കാരണം ശക്തി അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ റഷ്യ യുക്രൈനിൽ നടത്തിയ ആക്രമണവും ശക്തി രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ പോലും യുദ്ധത്തിന്റെ ഒരു രൂപമാണ്. അവ ബോംബ് പോലെ പൊട്ടുന്നില്ല, പക്ഷേ പതുക്കെ ശ്വാസം മുട്ടിക്കും. മരുന്നുകളുടെ ക്ഷാമം, ഭക്ഷ്യവിലക്കയറ്റം, തൊഴിലില്ലായ്മ ഇവയെല്ലാം ഉപരോധങ്ങളുടെ പാർശ്വഫലങ്ങളാണ്. രാഷ്ട്രീയ നേതാക്കൾ സുരക്ഷിതമായ ബങ്കറുകളിൽ തുടരുമ്പോൾ സാധാരണ ജനങ്ങൾ പട്ടിണിയുമായി പോരാടുന്നു. ഈ സാഹചര്യത്തിൽ ഒരു നേതാവിന്റെ മരണത്തെ ചുറ്റിപ്പറ്റി ഉയരുന്ന മുദ്രാവാക്യങ്ങൾ വലിയ രാഷ്ട്രീയ ചിഹ്നങ്ങളായേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ മരിക്കുന്നത് നേതാക്കൾ മാത്രമല്ല, ഒരു മുഴുവൻ സമൂഹമാണ് അനിശ്ചിതത്വത്തിലേക്ക് തള്ളപ്പെടുന്നത്. ഒരു ഭരണകൂടം തകർന്നാൽ അതിന്റെ പിന്നാലെ വരുന്ന അധികാരശൂന്യത ആരാണ് നിറയ്ക്കുന്നത്? പലപ്പോഴും അതിക്രമ സംഘടനകളും ആഭ്യന്തര യുദ്ധങ്ങളും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ചേരിചേരാ നയമെന്ന ആശയം ഒരിക്കൽ അഭിമാനത്തോടെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ഗ്ലോബൽ രാഷ്ട്രീയത്തിൽ വലിയ ശക്തികളുമായി സാമ്പത്തിക, സൈനിക ബന്ധങ്ങൾ കൂടുതൽ അടുക്കുമ്പോൾ നൈതിക സ്വാതന്ത്ര്യം ചുരുങ്ങുന്നുവോ എന്ന ചോദ്യം ഉയരുന്നു. അറബ് രാജ്യങ്ങൾ പലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ അവർക്കും സ്വന്തം ഭൂപ്രധാന കണക്കുകൂട്ടലുകളുണ്ട്. സാമ്പത്തിക ബന്ധങ്ങൾ, സുരക്ഷാ സഖ്യങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം അവരുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നു. ഓരോ യുദ്ധത്തിലും ഏറ്റവും കൂടുതൽ വില അടയ്ക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ ഒരു രാഷ്ട്രത്തിന്റെ തന്ത്രപരമായ നേട്ടത്തെക്കാൾ ചെറുതാണോ? ഒരു അമ്മയുടെ വിലാപം ഒരു സുരക്ഷാ പ്രസ്താവനയേക്കാൾ പ്രാധാന്യമില്ലാത്തതാണോ? ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയപരമായി അസൗകര്യകരമായതിനാൽ അവ പലപ്പോഴും ചോദിക്കപ്പെടുന്നില്ല. അവസാനം ചോദ്യം ലളിതമാണ്. ലോകശക്തികളുടെ രാഷ്ട്രീയത്തിൽ മനുഷ്യജീവിതം ഒരു കണക്കുപിഴയോ അല്ലെങ്കിൽ വില കുറഞ്ഞ ഉപഭോഗ വസ്തുവോ? ചരിത്രം ഇതുവരെ നൽകിയ മറുപടി ഭയാനകമാണ്. എന്നാൽ അതിനെ മാറ്റാനുള്ള സാധ്യത മനുഷ്യ സമൂഹത്തിനുള്ളിൽ തന്നെയുണ്ട്. ശക്തിയോടെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം, അനീതിയെ ന്യായീകരിക്കുന്ന ഭാഷയെ നിരാകരിക്കൽ, മനുഷ്യജീവിതത്തെ രാഷ്ട്രീയ ലാഭത്തിന്റെ മേൽ സ്ഥാപിക്കാൻ വിസമ്മതിക്കൽ. യുദ്ധങ്ങൾ ജയിക്കുന്നവരുണ്ടാകാം, സാമ്രാജ്യങ്ങൾ ഉയർന്നേക്കാം, ഭരണകൂടങ്ങൾ മാറിയേക്കാം. പക്ഷേ ഓരോ തവണയും തോൽക്കുന്നത് മനുഷ്യകുലമാണ്. അതിനാൽ യുദ്ധത്തെ ന്യായീകരിക്കുന്ന ഓരോ വാക്കിനോടും സംശയത്തോടെ സമീപിക്കുക എന്നത് ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമല്ല, അത് മനുഷ്യനെന്ന നിലയിലെ അടിസ്ഥാന ഉത്തരവാദിത്വം കൂടിയാണ്.